വണ്ടിപ്രാന്ത് എന്ന് പറഞ്ഞാൽ പലർക്കും പല ടൈപ്പ് വണ്ടിപ്രാന്തായിരിക്കും. പക്ഷെ ആളുടെ പ്രാന്ത് ഒരു ഡിഫറെന്റ് ടൈപ്പാണ്. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ആളുടെ ഒരു ഏജ് കണ്ടാൽ എത്ര തോന്നും? ഇങ്ങനെ ഒരു വണ്ടി സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടിന്റെ റേഞ്ചും അതുപോലെ ആ ഒരു ആളുടെ മൈൻഡ് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ RC റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മളിനി ഒരു സ്പ്ലെൻഡറിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. സ്പ്ലെൻഡറിലുപരി നമ്മളൊരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള രണ്ടും നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ചെറിയൊരു പരിപാടിയാണ്. സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അപ്പോൾ ഇത് ഉള്ളോട്ട് ഇട്ടാൽ മതി. നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് കുറേ മുമ്പ് എൻ്റെ വീഡിയോ കണ്ട് ആളുടെ ബൈക്ക് എന്ന് പറയുമ്പോൾ ആളെന്ന് പറയുമ്പോൾ ഒരു വണ്ടിപ്രാന്തനാണ്. അപ്പോൾ വണ്ടിപ്രാന്ത് എന്ന് പറഞ്ഞാൽ പലർക്കും പല ടൈപ്പ് വണ്ടിപ്രാന്തായിരിക്കും. പക്ഷെ ആളുടെ പ്രാന്ത് ഒരു ഡിഫറെൻറ്റ് ടൈപ്പാണ്. വണ്ടിയെ കഴുകി തുടച്ച് മിനുക്കി വണ്ടിയിൽ ഒരു പോറൽ പോലും ഏൽക്കാണ്ട് അങ്ങനെ സൂക്ഷിക്കുക, ആ ഒരു മൈൻഡാണ്. വണ്ടിയിൽ ഒരുപാട് റൈഡ് പോകണം, ഓടിക്കണം, അങ്ങനെയുള്ള ഒരു വൈബൊന്നുമല്ല കേട്ടോ ആൾക്കെന്ന് പറയുമ്പോൾ വണ്ടിയിൽ എന്ത് സംഭവം ചെയ്യുവാണെങ്കിലും പക്ക പെർഫെക്റ്റ്ലി ചെയ്യണം. അതെല്ലാവർക്കും അങ്ങനെയാണ്. പക്ഷെ അതിലുപരി ആളുടെ വണ്ടിയുടെ അണ്ടർ സൈഡ് നോക്കുവാണെങ്കിൽ പോലും നമ്മുടെ വണ്ടിയുടെ ഒക്കെ ബോഡി പാർട്സ് ഒക്കെ പോലെ ക്ലീൻ ആയിരിക്കും. അതാണ് ആളുടെ പ്രത്യേകത. നമ്മുടെ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഫുൾ ടൈം ഓടുന്നത് കൊണ്ട് അണ്ടർഭാഗമൊക്കെ ചളി കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ ആളുടെ വണ്ടി അങ്ങനെയല്ല കേട്ടോ. ആളുടെ വണ്ടിയുടെ താഴ്ഭാഗം വരെ ഫുൾ ടൈം ക്ലീൻ നീറ്റായിരിക്കും. അപ്പോൾ നമ്മൾ ആളെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്, ആളുടെ വണ്ടി കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ആളെനിക്കൊരു ചെറിയ ഷോർട്ട് വീഡിയോ ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കി. എൻ്റെ വണ്ടി ഇങ്ങനെ ആകാനുള്ള ഒരു കാരണം ഈ ഒരു വ്ളോഗറെ കണ്ടിട്ടാണ്. വ്ളോഗറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, പക്ഷേ കാണിച്ചു തരാം ആരാ വ്ളോഗർ എന്നുള്ള. സ്പ്ലെൻഡറിൻ്റെ കാര്യം റിമ്മ് കയറ്റുന്ന കാര്യമാണ് പറയുന്നത്. എന്ത് പറഞ്ഞിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടാണ് ആളുടെ വണ്ടി കോലത്തിലായെന്നൊക്കെ പറഞ്ഞാണ്ട്. അതായത് ആളുടെ വണ്ടി എന്ന് പറയുമ്പോൾ പക്ക സ്റ്റോക്കിലായിരുന്നു കൊണ്ട് നടന്നിരുന്നത്. പക്ഷെ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ ആൾ മോഡിഫിക്കേഷൻ ലെവലിലോട്ടൊക്കെ വന്ന് ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് പൊട്ടിച്ച് അതിൽ വർക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വണ്ടി കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ എന്നോട് ചോദിച്ചു എവിടെ നിന്ന് വർക്ക് എടുക്കണം, എനിക്ക് താല്പര്യമുണ്ട് വർക്ക് എടുക്കാൻ, എവിടെ നിന്ന് ചെയ്യും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ ഷാഡോനെ നേരെ കണക്ട് ചെയ്ത് കൊടുത്ത് അങ്ങനെ പിന്നെ അവിടെ നിന്നാണ് വർക്ക് കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ ആള് ഏതാണ്ട് ഈ വരുന്ന സൺഡേ തിരിച്ച് ദുബായിലോട്ട് തന്നെ പോകും. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു മീറ്റാണ്. ഇപ്പം ഞാൻ പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ പോകുന്നത് RCയിലല്ല കേട്ടോ. ചിലപ്പോൾ RCയിലാവും, പറയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ വണ്ടി എന്ന് പറയുമ്പോൾ സ്പ്ലെൻഡർ എന്ന് പറയുമ്പോൾ കയ്യിലില്ല, മാമൻ്റെ കയ്യിലാണ്. അപ്പം അത് കിട്ടുവാണെങ്കിൽ അതിൽ പോവും. അല്ലാന്നുണ്ടെങ്കിൽ മാമന് എവിടേക്കും പോകാനോ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നോക്കും. കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇതേറ്റ് പോകത്തുള്ളൂ. പക്ഷെ ഇതേറ്റ് പോകുമ്പോൾ പില്ലണൊക്കെ ഇച്ചിരി സീനാണ്. എന്താ പറഞ്ഞാലും നമ്മൾ നോക്കൂട്ടോ. അപ്പം മാമന് വണ്ടി എങ്ങാണ്ട് എക്സ്ചേഞ്ച് അടിച്ചിട്ട് പുതിയ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ലാഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ. അത് മറ്റേ സ്പ്ലെൻഡറില്ലേ, സ്പ്ലെൻഡർ കൊടുത്തില്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ എന്നോടാ പറഞ്ഞു ഗൈസ്, ഞാൻ ഇവനെ ജസ്റ്റ് പ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുമ്മാ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പ്ലെൻഡർ കൊടുത്തുന്നൊക്കെ അല്ലേ. ജിസ്റ്റ് ഞാൻ പറഞ്ഞപ്പോ ഞാൻ കൊടുത്തു പറഞ്ഞപ്പോ പാവം ഞാൻ വെറുതെ ഞാൻ കൊടുക്കും, ഞങ്ങക്ക് തോന്നുന്നു ഞാൻ കൊടുക്കുന്നു ഇല്ല. ഗൈസ് അങ്ങനെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. നമുക്ക് അട്ടനെടുത്തിട്ടുണ്ട്. അപ്പം ഇനി അട്ടനെ കൂട്ടി നമ്മൾ പോവാണ്. നമുക്കിനി പോകേണ്ടതെന്ന് പറയുമ്പോൾ എൻ്റെ സ്പ്ലെൻഡർ എടുക്കാൻ വേണ്ടി പോകണം. അത് കിട്ടുമെന്ന് ഉറപ്പൊന്നും ഇല്ല കേട്ടോ. ഞാൻ കോൾ ചെയ്ത് ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പം കിട്ടുവാണെങ്കിൽ അതെടുത്ത് പോകണം. അതാവും അതിൻ്റെ ഒരു വൃത്തി. അതുകൊണ്ടാണ് കേട്ടോ നമ്മളൊരു സ്പ്ലെൻഡറിനെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ സ്പ്ലെൻഡറായിട്ട് പോകുമെന്ന് പറയുമ്പം ആൾക്കൊരു സാറ്റിസ്ഫൈ ആവും. ആ രീതിക്കാണ്. അതായത് നമുക്ക് വീഡിയോ എടുക്കുമ്പോഴും ജസ്റ്റ് ഇങ്ങനെ രണ്ട് സ്പ്ലെൻഡറൊക്കെ നോക്കി ഇങ്ങനെ കമ്പയർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. അതായത് സ്പ്ലെൻഡറിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ സ്പ്ലെൻഡറായിട്ട് തന്നെ പോകണം, ആ ഒരു മൈൻഡിലാണ്. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വണ്ടി കിട്ടുവാണെങ്കിൽ കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് ഇവിടുന്ന് ഏതാണ്ട് 40 കിലോമീറ്ററോളം ഉണ്ട്. അത്തോളി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടോ. അതായത് കാലിക്കറ്റും കഴിഞ്ഞ് കണ്ണൂർ റൂട്ട് കുറച്ചങ്ങ് പോകണം, എന്നാലേ സ്പോട്ട് എത്തത്തുള്ളൂ. നമ്മളെ സ്പ്ലെൻഡർ
ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ സ്പ്ലെൻഡർ എടുത്തുകൊണ്ട് പോകട്ടോ. ഉറപ്പായിട്ടില്ല, ഞാൻ ചോദിച്ച് നോക്കട്ടെ, എന്നിട്ട് വരാം. മാമൻ ഇവിടെ കാണും. ഓക്കെ, അപ്പോൾ വണ്ടി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി ഇതേ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ പോയേക്കാം. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ ആ റേഞ്ച് എങ്ങാണ്ട് ഓടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ച് ഓടി ഏകദേശം ആ ഒരു സ്പോട്ടിൻ്റെ അടുത്തൊക്കെ ആയിട്ട് എത്തുമ്പോൾ നമുക്കിനി കാണാം കേട്ടോ. ഓക്കെ, ഗോൾഡ് വിങ് ആണോന്ന് അറിയില്ല കേട്ടോ. ഒരു അടിപൊളി സാധനം കണ്ടിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ തന്നെ തോന്നുന്നുണ്ട്. നാട്ടിലാണ് KL 65 M1 ഫാൻസി നമ്പറും. ആള് നല്ല പോക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും സൈസ് അതിൻ്റെ അത്ര. ഗൈസ്, അങ്ങനെ നമ്മൾ ആള് പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആളുടെ വീട് തപ്പാണ് പരിപാടി. അട്ടാച്ച് നിൽക്കുക, നമുക്കൊന്ന് വിളിച്ചു നോക്കാം. നമ്മൾ അത്തോളി എത്തി. ആയിക്കോട്ടെ. പോലീസ് നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ലേ ഗൈസ്. അപ്പോൾ ആൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ നമ്മോട് പോലീസ് സ്റ്റേഷനിൻ്റെ അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ആൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഈ കാണുന്നത് തന്നെ അതാ ഉണ്ടോ. നമുക്ക് കൊടുക്കാം, വെറുതെ പോലീസുകാർക്ക് ഇനി ക്യാമറ കാണിച്ചു കൊടുക്കണ്ട ഗൈസ്. അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് എന്നുള്ള സബ്സ്ക്രൈബർ എന്നുള്ള രീതിക്കൊന്നുമല്ല കാണുന്നത്. സബ്സ്ക്രൈബറൊക്കെ ആദ്യമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു ഫ്രണ്ട്ലി ആ ഒരു ടൈപ്പാണ്. കഴിഞ്ഞ ഒരു കുറേ ആയിട്ട് ആള് പരിചയമായ ശേഷം തൊട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പോലീസ് സ്റ്റേഷനിൽ അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ദേ ആ കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ആളിനി എങ്ങനെയാണോ വരുന്നത്, സ്പ്ലെൻഡർ ആയിട്ടാണോ അതോ കാറായിട്ടാണോ ഒരു ഐഡിയ ഇല്ല. ദേ ഗൈസ്, അപ്പോൾ ആള് ഇതേ വന്നു കേട്ടോ. എൻ്റെ അമ്മ, അടിപൊളി. അങ്ങോട്ടോ ആണോ കയറി ഗൈസ്. ഇതേ നോക്കിക്കേ, വണ്ടി അടിപൊളിയാണല്ലോ. ഒന്നായിട്ട് അടിപൊളിയാണ്. നോക്കിയാ സാധനം അത്രയും പ്രായം വണ്ടി പണിപ്പിച്ച് കൊണ്ടുവരക്കണോക്കിയാ ഗൈസ്. അപ്പൊ ആള് വേറെ റേഞ്ചാണ്. എൻ്റെ അമ്മ, ഇതാണ് കേട്ടോ വണ്ടി ആളുടെ. ഗൈസപ്പതേ കണ്ടോ, നിങ്ങൾക്ക് ആളുടെ ഒരു ഏജ് കണ്ടാൽ എത്ര തോന്നും. അപ്പൊ അങ്ങനെയുള്ളൊരു അത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഒരു വണ്ടി സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടീൻ്റെ റേഞ്ചും അതുപോലെ ആ ഒരു ആളുടെ മൈൻഡ് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും കേട്ടോ. വണ്ടി ആകെ മാറി കേട്ടോ, ആകെ സ്മൂത്തായിട്ടുണ്ട് വണ്ടി. ഓ സീന്. ഇതാണ് നമ്മുടെ കാലിക്കറ്റ് എന്നുള്ളൊരു സബ്സ്ക്രൈബർ മാത്രമല്ല, നമ്മളത്രയും ഫ്രണ്ടാണ്. ഇപ്പോൾ അത്രയും ഒരു ഫ്രണ്ട്ലിയാണ്. ആളുടെ ഏജ് ഒന്നും നോക്കണ്ട. ആൾക്കെന്ന് പറഞ്ഞാൽ വണ്ടി എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ ഇതിൽ ചെയ്തേക്കുന്ന കാര്യമൊക്കെ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം, ഒന്ന് ഓടിച്ച് തിരിച്ചു പോയിട്ട്. പിന്നെ ആളുടെ എന്ന് പറയുമ്പം ക്യാരക്ടർ എന്ന് പറയുമ്പം വെക്കുന്ന എല്ലാം പുത്തനാക്കി വെക്കും, അതാണ് ക്യാരക്ടർ. ഇപ്പം നമ്മുടെ ഈ ഒരു സംഭവം കാലിബർ, ഫോർക്ക്, അങ്ങനെയുള്ള എല്ലാ സംഭവം, ഈ ഒരു സംഭവം പൈപ്പ് വരെ ഫ്രഷ്. ഈ ഒരു വണ്ടിയിൽ ഡിസ്ക് ചെയ്തപ്പോൾ ഫോർക്ക് എല്ലാ സംഭവം ഫ്രഷ് ഇട്ടിട്ടാണ് മൂപ്പര് വർക്ക് ചെയ്തത്. ഈ ഒരു വണ്ടിക്ക് ഒരു 50K പ്രൈസ് ആണെങ്കിൽ ആൾ ഇതിലൊരു 15K കയറ്റി കാണും കേട്ടോ. അതിലുപരി കയറ്റി കാണും. അതാണ് ആളുടെ ഒരു എന്താ പറയുക, ഒരു വണ്ടിയോടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ആ ഒരു കണക്ഷൻ. ആൾ അങ്ങനെയാണ് വണ്ടിയെ കാണുന്നത്. ഓക്കെ, വണ്ടി നൈസാട്ടോ. എല്ലാ കാര്യവും എന്ത് വർക്ക് എടുക്കുവാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു പെർഫെക്ഷൻ ആ ഒരു രീതിക്ക് എടുക്കും മൂപ്പർക്ക് തന്നെ ക്യാഷ് പ്രോബ്ലം ഇല്ല. ആ ഒരു മൈൻഡാണ്. വണ്ടി എടുക്കുന്നവർക്ക് അടിപൊളിയായാൽ മതി, ക്യാഷ് പ്രോബ്ലം ഇല്ല, അങ്ങനെയുള്ള ഒരാളാണ്. അപ്പം ആ ഒരു മൈൻഡാണ് വേണ്ടത്. ശരിക്കും വണ്ടിയെ അത്രയ്ക്കും എന്താ പറയുക സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ വണ്ടിയെ സ്നേഹിക്കുന്നില്ല എന്നല്ല, പക്ഷെ നമ്മുടെ സ്നേഹവും ഈ ഒരു സ്നേഹവും ഒരു എൻ്റർലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് എനിക്ക് മനസ്സിലായ എങ്ങനെയാണ്, കൊതി തീരവേ ഓടിക്കണം, ഒരുപാട് ട്രിപ്പ് പോകണം, അങ്ങനെയുള്ള ഒരു മൈൻഡും അല്ല ആളുടെ മൈൻഡ് എന്ന് പറയുമ്പോൾ. വണ്ടിക്ക് ഇങ്ങനെ എന്താ പറയുക കുളിച്ച് കുട്ടപ്പനായി ലേശം ചെളി പൊടി പോലും വണ്ടിയിൽ ഇല്ലാണ്ട് ഓക്കെ ആയി നിൽക്കണം, ആ ഒരു മൈൻഡാണ് ആൾക്ക്. അതാണ് മൂപ്പരുടെ ഒരു വണ്ടിയായിട്ടുള്ള ഒരു കണക്ഷന്. നമുക്ക് നേരെ ആളുടെ വീട്ടിലോട്ട് പോയേക്കാം.
ഇനിയിപ്പോൾ ഞാനല്ലോ നിങ്ങളത് നോക്കി പഠിക്കണം. വണ്ടി അടിപൊളി, എനിക്കിഷ്ടമുണ്ട്. അടിപൊളിയായി വണ്ടി നീച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. രണ്ട് ടയറും സെയിം സൈസ് അല്ലേ? ST മോട്ടോടിയോ മണ്ടാപ്പോ സീരീസ് സ്പ്രിങ് ഞാൻ പറഞ്ഞ ആടെ വന്നേല് വെക്കാത്ത സ്പ്രിങ് ഏതാണ് പൈസ പ്രശ്നമാണ് ഞാൻ പറയുകയും ചെയ്തു. ഇതാണ് ആരും വെക്കാത്ത പൈസ അതാ മനസ്സിൽ വെച്ചു അടിപൊളിയായി. അറിയാലോ എന്നാലും കുഴപ്പമില്ല. ഗൈസ് അപ്പോൾ ഇതാണ് ആ ഒരു മുതൽ നമ്മൾ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ അടുത്തായിട്ട് വർക്ക് ചെയ്ത കാര്യങ്ങളെന്ന് പറയുമ്പോൾ കിലി ഹൈറ്റ് ചെയ്ത്, അതുപോലെ ഫ്രണ്ടിൽ ഹൈറ്റ് ചെയ്ത് ഡിസ്ക് ചെയ്ത്. അപ്പോൾ ആൾ ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്ക് ഒന്നും ചെയ്യുന്നില്ല, ഹൈറ്റ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യമൊക്കെ. പിന്നെ ആൾക്ക് എന്താ പറയുക ഇൻട്രസ്റ്റ് ആയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ ഫ്രണ്ട് ഏതാണ്ട് 2 ഇഞ്ച് ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ആൾ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല എല്ലാ സംഭവം ഫ്രഷ് ഇടണം, ആ ഒരു മൈൻഡാണ് ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാസ് സിലിണ്ടർ, അതുപോലെ ഡിസ്ക്, ഫോർക്ക് എല്ലാ അസംബ്ലീസും ന്യൂ ആണ്, അതായത് ഫ്രഷ് എടുത്തതാണ്. കാലിബർ അടക്കി. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് ചെയ്തു, ഡിസ്ക് ചെയ്തു. പിന്നെ ഫ്രണ്ടിലെന്ന് പറയുമ്പോൾ നമ്മുടെ SD റിമ്മാണ്, അതായത് മണ്ടാപ്പിൻ്റെ STൻ്റെ റിമ്മാണ്. പക്ഷേ റിയർ അങ്ങനെയല്ല, റിയറും ആളുടെ സ്റ്റോക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് എൻഡേസറിൻ്റെ നമ്മളതേ സെയിം റിമ്മ് ചെയ്തിട്ടുണ്ട് റിയറും. അപ്പം രണ്ടും ടയർ സൈസ് സെയിം തന്നെയാണ്. മോട്ടോഡീൻ്റെ ആ ഒരു 16 ഇഞ്ചിലോട്ട് വരുന്ന ഒരു സെയിം ടയർ തന്നെയാണ് രണ്ടിലും കിടപ്പുള്ളത്. പിന്നെ ട്വിസ്റ്ററിൻ്റെ മൾഗാർഡ്, അപ്പോൾ അതൊക്കെ ആൾ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടി എന്ന് പറയുമ്പോൾ എന്താ പറയുക അത്രയും ഫ്രഷ് ആയി കിടക്കും എല്ലാ സമയവും. പിന്നെ പുറകിൽ ചെയ്തെന്ന് പറയുമ്പോൾ ഈ ഒരു സീരീസ് സ്പ്രിങ്ങിൻ്റെ എല്ലാവരും അങ്ങനെ ഇട്ട് കാണാത്തൊരു സ്പ്രിങ് ആണ് ഈ ഒരു സ്പ്രിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട്. വണ്ടി മൊത്തത്തിൽ തിളങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഇച്ചിരി പുതിയ വണ്ടിയാണ്, 2017 മോഡൽ വണ്ടി കേട്ടോ. അപ്പോൾ ഈ വണ്ടി കണ്ടാൽ പറയുമോ 2017 ആണെന്ന്. അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ. പിന്നെ ആൾക്ക് ഫ്രണ്ടിൽ ഈ ഒരു നമ്മുടെ വണ്ടിയിലൊക്കെ ഉള്ള പോലെ സെറ്റിൻ്റെ മിറർ ഇട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആൾക്ക് പറ്റിയില്ല. അത് കാരണം ഈ ഒരു മിറർ തന്നെ ഇട്ടുവിടും. ഞാൻ പറഞ്ഞല്ലോ ആൾ വണ്ടി അത്രയും കെയർ ചെയ്താണ് കൊണ്ടെടുക്കുന്നതെന്ന്. അതിനുള്ള വലിയൊരു തെളിവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വണ്ടിയുടെ താഴ്ഭാഗം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നോക്കിക്കേ എന്ത് ക്ലീനായി കിടക്കുന്നതെന്ന് നോക്കിക്കേ. ഉണ്ടോ ആ ഒരു എൻജിൻ്റെ അടിയിലുള്ള ആ ഒരു എല്ലാ സംഭവം ക്ലീനായിട്ട് കാണുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് അത്രയ്ക്കും കെയർ ചെയ്താണ് വണ്ടിയെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ. അപ്പോൾ ഇനിയും കൂടുതൽ ഞാൻ ഈ വെയിലത്ത് വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ആൾ എൻ്റെ മണ്ട പൊളിക്കും. അപ്പോൾ ഞാൻ അങ്ങോട്ട് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ അത്രയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഇനി കുറച്ച് സമയം ഇങ്ങനെ സംസാരിച്ചിരിക്കണം, എന്നിട്ട് തിരിച്ചു പോകണം. അങ്ങനെയൊക്കെ തന്നെയാണ് പ്ലാന്. എന്നിരുന്നാലും കാണാം കേട്ടോ. ഗൈസ് അങ്ങനെ അതെ നമ്മൾ ആളുടെ വണ്ടികളൊക്കെ കാണാൻ വേണ്ടി പോകണം. അതെ എൻ്റെത് അവിടെ വെക്കരുത്, അത് അച്ഛൻ എടുക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഈ ലെവലിൽ യൂസ് ചെയ്യണപ്പോ ഇത് അച്ഛന് 5 ലക്ഷം റുപ്യൻ്റെ കരോക്കെ വാങ്ങിക്കാം. ഒരു ദിവസത്തേക്ക് 10-12 ഒരു 4 മണിക്കൂർ പാടുന്നതിന് 12. അത് അനിയൻ്റെ വണ്ടിയാണ്. നാട്ടിലുണ്ടോ? ലോൺ അടുത്ത് ദുബായി തന്നെ. ഗൈസ് അപ്പോൾ ഇതേ ആളുടെ അനിയൻ്റെ വണ്ടിയാണ്, ഇൻ്റർസെപ്റ്റർ 650. അപ്പോൾ ആളുടെ വണ്ടിയും ഇവിടെ എവിടെയാണ് കേട്ടോ വെക്കാറ്. അതായത് പുറത്ത് പോകുന്ന സമയത്ത് ദുബായ് പോകുന്ന സമയത്ത് ഇവിടെ വെക്കാറ്. ഇപ്പോൾ നമ്മൾ ടീ ഒക്കെ കുടിച്ചിങ്ങനെ പുറത്തിറങ്ങിയാണ്, ചുമ്മാ ആളുടെ വീടിൻ്റെ പുറത്ത് കാണാൻ വേണ്ടി. അപ്പോൾ നമ്മളെ സ്പ്ലെൻഡർ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ ഇതേ ആളുടെ വണ്ടി കേട്ടോ. വണ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ അത്രയ്ക്ക് ക്ലീനായി കിടക്കുന്ന വണ്ടിയാണ്. നോക്കിക്കേ. അപ്പോൾ നമ്മളെ വണ്ടി തന്നെ അത്യാവശ്യം മഴത്തെ കൂടിയിട്ട് ഐക്കൊക്കെ ആയി കിടക്കുവാണ്. പക്ഷേ ആളുടെ വണ്ടി എന്ന് പറയുമ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്ലാരിറ്റി അങ്ങ് കാണാൻ പറ്റും കേട്ടോ. ആൾ ഒരുപാട് വണ്ടി ഓടിച്ച് എന്താ പറയുക ആ ഒരു മൈൻഡൊന്നുമില്ല. അതും ആൾ പറഞ്ഞു വണ്ടി വല്ലാണ്ട് അങ്ങ് ഓടിക്കുക അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. പക്ഷേ വണ്ടി എപ്പോഴും നീറ്റായി കിടക്കും. ഇത് ഫ്രണ്ടും ആളും അവിടെ ഇരിപ്പുണ്ട് കണ്ടോ.
നമ്മൾ നേരെ അവിടെ ഇരിക്കാൻ വേണ്ടി പോവാണ്. അവർ ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി ഓടിച്ചു നോക്കാട്ടോ. അപ്പോൾ ഇത് നമ്മളാളുടെ വീട്ടിലെ ഉള്ള അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ആൾ നല്ല സദ്യ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നു. സദ്യ പായസം അടിപൊളി നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. വീട്ടിലെ ഫുഡല്ലേ. അപ്പോൾ ആളിതേ നമ്മുടെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ആളുടെ വീട്ടിലെ ആളുകളൊക്കെയാണ്. ആളുടെ അച്ഛന് ഒരു അത് ഇവരൊക്കെയാണ്. അപ്പോൾ ചുമ്മാ എല്ലാവരും കൂടിയാണ് അല്ലേ. പരിപാടി എന്തെങ്കിലും അവിടെ ചുമ്മാ കൂടിയല്ലേ. വണ്ടി ആകെ മാറിയാണ്. ഇതാണ് നമ്മുടെ ആള്. ആൾക്കെന്ന് പറഞ്ഞാല് സ്പ്ലെൻഡർ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് ആളുടെ വണ്ടി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ ആളുടെ അച്ഛൻ്റെ വണ്ടി എല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു ഫാമിലി അടക്കി അങ്ങനെയാണ്. ഒരു വണ്ടി ഉള്ള വണ്ടി എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടെടുക്കും. ആ ഒരു ഇതാണ്. അതാണ് ആളുടെ വീട് കാര്യങ്ങളൊക്കെ. അവനവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. എന്തായിരുന്നാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നമുക്ക് ഇതാട്ടവാ അതിൻ്റെ പോയി അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നമ്മളെന്തായിരുന്നാലും എല്ലാവരും ഹാപ്പിയാണല്ലേ. എല്ലാവരും നമ്മളെ ആളുടെ വണ്ടി കണ്ടതിലൊക്കെ ഭയങ്കര സന്തോഷം. അപ്പം എന്താ പോണ് സൺഡേ പോകല്ലേ. സൺഡേ പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിനപ്പ് വേണ്ടി പോവാണ്. ഒരുപാട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഉള്ളോട്ട് ഇട്ടാൽ മതി. നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അടുത്ത വീണ്ടും കാണാം.